ദീർഘക്ഷമയുള്ളവൻ, യുദ്ധവീരനും നിറമാൻസൻ, പട്ടണം പിടിക്കുന്നവനെന്നും ശ്രേഷ്ഠൻ. ചീട്ട് മടിയിലിടുന്നു, അവരിത് കാണുന്നു, അത് യഹോവയാളത്രേ. പട്ടണം പിടിക്കുന്നവനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ വല്ലതും നമ്മളെ പിടിച്ചു നിർത്താൻ കഴിയുമോ? പട്ടണം പിടിക്കപ്പെടുന്നവനായി. കേൾക്കപ്പെട്ടതും സദൃശ്യവാക്യങ്ങൾ ദൂതാണ്. അടുത്ത് ഞാനും അതിലേക്ക് കടന്നു വരുന്നത്. പട്ടണം പിടിക്കപ്പെടുന്നവനായി ദൈവം ചിലരെ അഭിഷേകത്തോടെ വേർതിരിക്കപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവർക്ക് ചീട്ടിടുന്നു. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. പ്രശ്നക്കാരൻ ആരെന്നറിയാൻ കപ്പലിന്റെ പ്രശ്നത്തിന് ഛേദം വരുത്താൻ, കപ്പലിന് പ്രശ്നമുണ്ടാക്കാൻ ഒരുവൻ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നു. ആരെന്നറിയാം ചീട്ടിട്ടു. ഇന്ന് പൽക്കാലം ഒരു ചീട്ട് നിനക്കും ഇടാൻ പോവുകയാണ്. കാരണം ദൈവത്തിനുള്ളവനാണെങ്കിൽ നീ പട്ടണം പിടിക്കുന്നവനാകും, പട്ടണം പിടിക്കുന്നവളായി മാറും. പട്ടണം പിടിക്കപ്പെടാൻ ചിലരെ കർത്താവ് ഇതിനകത്തു നിന്ന് പുറത്തോട്ട് ഉയരിയെടുക്കാൻ പോകുന്നു, പുറത്തോട്ട് വലിച്ചെടുക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പട്ടണം പിടിക്കപ്പെടുന്ന ദൈവമക്കൾ ഇതിനകത്തുനിന്ന് ഇന്ന് പൽക്കാലം തിരുവാലയത്തിൽ നിന്ന് കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹാലിൽ കേൾക്കപ്പെടുന്ന ദൈവമക്കളെ, നിങ്ങളുടെ അകത്ത് ഈ ആത്മാവ് വെളിപ്പെട്ടാൽ, ഈ ദൂത് വെളിപ്പെട്ടാൽ, ഈ മർമ്മം വെളിപ്പെട്ടാൽ നിങ്ങൾ കൂട്ടായ്മ ആചരിക്കണം. നിങ്ങളെ പോലെ ഉള്ളവരെ, നിങ്ങൾ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ ഏത് തറയിൽ കിടന്നോ, ഏത് ബന്ധനത്തിൽ കിടന്നോ, നിങ്ങൾ ഹല്ലേലൂയ ശപ്പായി ചവറായി നിങ്ങളുടെ സമൂഹം വില തരാതെ മാറ്റിവെച്ചിരുന്ന സ്ഥാനത്ത് വിലയുള്ളവനും മാന്യനും ശ്രേഷ്ഠനുമാക്കി മാറ്റിയ ദൈവത്തെ കുറിച്ച് നിങ്ങൾ എത്ര പേരോട് പറഞ്ഞു? പോരാ 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 പോരാ. ശക്തിയോടെ 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 ചുടബല ഘടകമന റിബന ഘടകമന ഘടക സിയാന ഘടകം റീവൽ ഖബന ഘടകം വൈഡേ മനക രഗനെ ഓ റീവൽ ഖബനം വൈഡം മനകം രഗനം ഘടകം ഉടബ രഗന വൈഡേ മനക റീവല വൈഡം മനകം രഗനം ഘടകം അത്തുൽ ഖബന വൈഡേ മനക രഗനെ ഓഹോ റീവല വൈഡം റീവൽ ഖബനം വൈഡം മനകം നടകം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചോ, എല്ലാവരും ആരാധിച്ചോട്ടെ, എല്ലാവരും ആരാധിച്ചോട്ടെ, എല്ലാവരും എല്ലാവരും ആരാധിച്ചോ. 4 നാളായ ലാസറിന്റെ കല്ലറക്കൽ മരിച്ച് അടക്കപ്പെട്ട് 4 നാളായവന്റെ കല്ലറക്കൽ പോയിട്ട് അവനോട് പുറത്തു വരുവാൻ കൽപ്പിക്കുമാറാക്കിയ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് ചില കല്ലറകൾ തുറക്കാൻ പോകുന്നു, ചില ബന്ധനങ്ങൾ പൊട്ടാൻ പോകുന്നു. അപകടപ്പെടുത്തി നിന്റെ ജീവിതത്തെ മറിക്കാൻ നോക്കുന്ന ചിലത് പൊട്ടാൻ പോകുക. എല്ലാവരും ആരാധിച്ചോട്ടെ, എല്ലാവരും ആരാധിച്ചോട്ടെ, എല്ലാവരും 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 ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. അത്ഭുതത്തിന്റെ കരവർഷണം വെളിപ്പെടുന്നു. അത്ഭുതത്തിന്റെ വല്ലഭത്വത്തിന്റെ കരം ഇവിടെ ചലിക്കുന്നു. വല്ലഭത്വത്തിന്റെ കരം ചലിക്കുന്നു. നല്ലവന്റെ കരം ചലിക്കുന്നു. സർവശക്തന്റെ കരം ചലിക്കുന്നു. നീതിമാനായ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രഥത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നല്ലവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാവും. ഹല്ലേലൂയ. ഞാൻ അടുത്തൊരു വാക്യത്തിലേക്ക് കടന്നു വരുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. വെളിച്ചം കാണാനാണ് യേശു കർത്താവ് വെളിച്ചമായി വെളിപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ആമേൻ. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. വെളിച്ചമായി വെളിപ്പെട്ടു വന്ന ഒരുവനാണ് യേശു കർത്താവ്. അവൻ ആഗ്രഹിച്ചു, എൻ്റെ ജനം ഇരുട്ടിൽ കിടക്കാൻ പാടില്ല. ഇരുട്ടാകുന്ന പിശാചിന്റെ കയ്യിൽ നിന്നുകൊണ്ട് അവരെ മോചിച്ച് വെളിച്ചത്തിൽ കൊണ്ടുവരുവാൻ ക്രിസ്തു വെളിച്ചമായി വെളിപ്പെട്ടു. അതുകൊണ്ടാണ് വെളിച്ചം ഉദിക്കുമ്പോൾ
ഇരുട്ടിൽ കിടക്കുന്ന ചില ശത്രുവിന് അടങ്ങാൻ പറ്റാത്തത്, ഏത് ഇരുട്ടിനകത്തും ഇറങ്ങിച്ചെല്ലുന്ന വെളിച്ചം. ഓ ഹോ 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 ലോറി ബാമാസിയാനയ ലോറിയാന ഹമാനഗസിവേദിയാന. എല്ലാവരും ആരാധിച്ചാട്ട്. ആരാധിക്കുമ്പോൾ ബന്ധനങ്ങൾ തകരപ്പെടാൻ പോകുന്നു. മാന്ത്രികമായ കെട്ടുകൾ, മാന്ത്രികമായ കെട്ടുകൾ, മാന്ത്രികമായ കെട്ടുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് ഉടച്ചു എടുക്കുന്ന കാലമാണ്. മാന്ത്രികമായ ബന്ധനങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് ഉടച്ചെറിയുന്ന കാലമാണ്. ഇനി നീ അതിനെ അന്വേഷിക്കും കാണുകയില്ല. ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം, വചന ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. ആമേൻ. ഇത്ര നല്ലവനായ കർത്താവ് ഉലകത്തിൽ മറ്റൊരുവനുമില്ല. ഇത്ര നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് മറ്റൊരുവനുമില്ല. ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹം പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചതുപോലെയാണ്. ഞാനും യേശു ഒന്നാണ്, ഒന്നിനാലും എന്നെ വേർതിരിക്കുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. പഞ്ചസാര വെള്ളത്തിൽ ലയിച്ച ദൈവമക്കളെ വേർതിരിച്ചെടുക്കാൻ പിന്നെ സാധ്യമല്ല. ഇതേപോലെ യേശുവിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ ആമേൻ ആമേൻ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അതിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ കഴിയത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് പിന്നെ നിങ്ങളെ നടത്തുവാൻ ഇടയാകും. പരിശുദ്ധാത്മാവ് പിന്നെ നിങ്ങളെ ഹല്ലേലൂയ ഉണർത്തിക്കൊണ്ടിരിക്കുക. ഉണരുക, ഉണരുക, പ്രാർത്ഥിക്കുക, കൂട്ടായ്മയ്ക്ക് പോകുക. ആലയമുണ്ടല്ലോ, നീ ആരാധിച്ച് വളർന്നു വന്ന ആലയം, നിന്റെ കഷ്ടതയിൽ ആരാധിച്ച് നിനക്ക് വിടുതൽ കിട്ടിയ ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് നീ പ്രാപിച്ചില്ല എങ്കിൽ ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം, നിന്റെ മേൽ ഹല്ലേലൂയ ദൈവസ്നേഹമില്ലെന്നുള്ളത് അപ്പോൾ തന്നെ തിരിച്ചറിയുവാൻ കഴിയും. കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ പ്രാർത്ഥിച്ചതും അധികവും ദൈവം തന്നപ്പോഴാണ് അത്യാഗ്രഹവും അതിന്റെ അപ്പുറം ആഗ്രഹവും കൂടുന്നത്. അതിനെ ഇന്ന് പൽക്കാലം കുഴിച്ചിടണം കേട്ടോ. ഇന്ന് കുഴിച്ചിട്ടിട്ട് കർത്താവിനോട് പറയണം, അല്പമേ ഉള്ളൂ, അതിനെ അമർത്തി കുലിക്ക് വാഴ്ത്തി തരാമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പൽക്കാലം ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ സാറാപ്പാത്തിലെ വിധവയുടെ ഭവനത്തിൽ ഒരടയുടെ മാവ്, ഒരടയുണ്ടാക്കേണ്ട എണ്ണയും മാത്രമേ ഉള്ളായിരുന്നു. അവിടെ വീട്ടിനകത്ത് പ്രവാചകൻ പോയപ്പോ അമ്മയുടെയും കുഞ്ഞിന്റെ മരണം മാറ്റാൻ ഒരു പ്രവാചകനെ അയച്ചു. മരണത്തെ മാറ്റി ക്ഷാമകാലത്തെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്ക്. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്ക്. വൻകൃപയിലെ ഇന്നയോളം കാത്ത, വൻകൃപയിലെ ഇന്നയോളം കാത്ത ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്ക്. എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്ക്. ക്ഷാമകാലത്തെ ക്ഷേമമായി പോറ്റും. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. നിങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, നിങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ടവര്. കർത്താവിന്റെ വചനത്തിൽ ഞാൻ പറയുന്നത്, മുമ്പന്മാര് പിമ്പന്മാരുമാകും, പിമ്പന്മാരോ മുമ്പന്മാരുമാകും. സ്തോത്രം. ഹല്ലേലൂയ ആമേൻ ആമേൻ. ഇതാണ് ഇനി മാതൃക. ഹല്ലേലൂയ. അതിവേഗത്തിൽ ആലയത്തിൽ കുറെ ചേറുകളെ ബേക്കിൽ ഒതുക്കി പായി വിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഉടബാലബാലബാല വൈഡമനഗടഗമന റിയൽഖമനഗടഗസിയ. കുറവണയാണ് ഈ നാശം വിതച്ചെങ്കിൽ അതിനെ നമ്മൾ വീണ്ടും തിരുത്തിയെടുക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവേ, ഇന്ന് പൽക്കാലം യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു. ജയത്തിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചാൽ നീ പറയണം, ഞാൻ വിളിക്കുന്നവൻ തോറ്റ ദൈവമല്ല. ഓ, തോറ്റവനല്ല ഞാൻ വിളിക്കുന്നവൻ, ജയിച്ച ദൈവം. തോറ്റവരുടെ ആർപ്പുവിളി അല്ല, ജയിച്ചവരുടെ ആർപ്പുവിളി എന്റെ ഉള്ളിനകത്തുണ്ട്. അവനെ ഞാൻ ജീവനുള്ള കാലമല്ല ഞാൻ വിളിച്ചുകൊണ്ട് ഇരിക്കും. അപ്പൻ എന്നെ ഉപേക്ഷിക്കട്ടെ, അമ്മ എന്നെ ഉപേക്ഷിക്കട്ടെ, സഹോദരങ്ങൾ എന്നെ തള്ളട്ടെ, എന്നെ ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞ ഒരുവനുണ്ട്. അവനെ ഞാൻ മാറുകയില്ല വിട്ട്. ഓ, ശക്തിയോടെ ആരാധിച്ചോ, ശക്തിയോടെ ആരാധിച്ചോ, കരമടിച്ച് ആരാധിച്ചു തുടങ്ങിക്കോ. ആത്മാവിന്റെ അഭിഷേകത്തോടെ എല്ലാവരുടെ മേലും ഈ പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങിയാണ്. മഞ്ഞ് പോലെ, മഴ പോലെ, തീ പോലെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് എത്ര പ്രാപിക്കാൻ പറ്റുമോ പ്രാപിച്ചോ, മാക്സിമം പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. പ്രാപിച്ചാൽ ബലം നിന്നിലുള്ളവൻ ഭാഗ്യമാണെന്ന് ഹല്ലേലൂയ 84-ാമത്തെ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. രണ്ടുപേരെ
നാലുപേരെയും തടവി തടവി ഇരിക്കാനാണ് ഇതിനകത്ത് നിങ്ങൾക്ക് പലർക്കും ആഗ്രഹം. അത് നിങ്ങളുടെ ആഗ്രഹമാണ്, ഞങ്ങളുടെ ആഗ്രഹം അതല്ല. ഞങ്ങളുടെ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം ഞങ്ങളിൽ പകർന്ന ഒരു ആഗ്രഹമുണ്ട്, ദൈവം ഞങ്ങളിൽ പകർന്ന ഒരു വിളിയുണ്ട്, ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ഒരു ജോലിയുണ്ട്. ആ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസി പറഞ്ഞതുപോലെ പട്ടണം പിടിക്കാൻ, പട്ടണം പിടിക്കാൻ. സദൃശ്യവാക്യങ്ങൾ 33 പറഞ്ഞതുപോലെ പട്ടണം പിടിക്കാൻ, പട്ടണം പിടിക്കാൻ. നിന്റെ മേൽ പകർന്ന ഒരു അഭിഷേകമുണ്ട്. നിനക്ക് നിന്റെ കാര്യം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തകർന്നു കിടക്കുന്ന ജനത്തെ ദൈവത്തിന് ആദായപ്പെടുത്തണം. കർത്താവ് ഞങ്ങളോട് കണക്ക് ചോദിക്കുക, ഇപ്പോൾ നിനക്ക് എന്ത് കിട്ടിയെന്ന്. അല്ലെങ്കിൽ നീ നേടിയത് എവിടെ? ഈ ചോദ്യത്തിന് മുമ്പിൽ അല്ലെങ്കിൽ കത്തുന്ന തീക്ക് പോകുവാനല്ല, എന്നേക്കുമായി യുഗായുഗം ആരാധന നടത്തുന്ന, ആരാധനയുള്ള അല്ലെങ്കിൽ ബന്ധവും സ്വന്തവുമില്ലാതെ ആരാധനയുള്ള പരദേശയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവരാണ്. അവിടെ അപ്പനെന്നോ ഭാര്യയെന്നോ മക്കളെന്നോ ബന്ധമില്ല. അവിടെ സദാസമയം ഒരു ആരാധനയുണ്ട്. ആ ആരാധനയിൽ പങ്കാളികളാകുവാനാണ് വിളിക്കപ്പെട്ടവർ കാത്തിരിക്കുന്നത്, വിളിക്കപ്പെട്ടവർ കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ നാമത്തിൽ ജയമെടുക്കുകയാണ്, ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു. ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് ചിലത് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കാണുകയാണ്. ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് ചില ദുരിതങ്ങൾ മാറിപ്പോകുന്നു, ചില കറുത്ത ശക്തികൾ ഇറങ്ങിപ്പോകുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു. ഇന്നലെ വരെ നീ കാണാത്ത ചില വിടുതല്, ഇന്നലെ വരെ നീ അനുഭവിക്കാത്ത ചില മാറ്റങ്ങൾ ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് അട്രാക്ഷൻ ആകാൻ പോവുക. Welcome, 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 welcome. Yes, yes, yes. Oh. ഇതൊന്നും പോരാ, ഇതൊന്നും പോരാ, ഇതൊന്നും പോരാ. ഒരണ തുറന്ന് വിട്ടതുപോലെ ഇതിനകത്ത് ജീവന്റെ ആത്മാവ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരണ തുറന്ന് വിട്ടതുപോലെ, ഒരണ തുറന്ന് വിട്ടതുപോലെ ലോകത്തിന്റെ സയൻസിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് ചിലതിനെ തകർത്തടക്കുകയാണ്, തകർത്തടക്കുകയാണ്, തകർത്തടക്കുകയാണ് ചിലത്. ഓ, നിന്നെ വെല്ലുവിളിച്ച, നിന്നോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ, നിന്നെ വല്ലല് തകർക്കുമെന്ന് പറഞ്ഞ ചിലത് നിന്റെ മുമ്പില് ഉന്മൂലനാശമാകുന്നു, ഉന്മൂലനാശമാകുന്നു. ആരാധിച്ചോ, ആരാധിച്ചോ, ആരാധിച്ചു തുടങ്ങിക്കോ, ആരാധിച്ചു തുടങ്ങിക്കോ, ആരാധിച്ചു തുടങ്ങിക്കോ. രഗനെ ഓഹോ ലോഹോ റീബ മരക രഗനെ. എല്ലാവരും ആരാധിക്കുക, എല്ലാവരും ആരാധിക്കുക. കുഞ്ഞു മക്കളടക്കം, കുഞ്ഞു മക്കളടക്കം. ഒരാളിലല്ല, 50 പേരിലല്ല, 100 പേരിലല്ല. ജനലക്ഷങ്ങളിലേക്ക് ആത്മാവ് ഇറങ്ങട്ടെ, ജനലക്ഷണങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, ഓ രാജ്യങ്ങളിലേക്ക്, രാഷ്ട്രങ്ങളിലേക്ക്, ഊരുകളിലേക്ക്, കവലകളിലേക്ക്, നിങ്ങൾ പാർക്കുന്ന ഭവനങ്ങളിലേക്ക് ദൈവാത്മാവ് ഇറങ്ങട്ടെ. Yes, 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 yes. Hallelujah. Hallelujah, 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 hallelujah. Oh, rabala bala bala bala. Vaida bana bana bana. Ragana gadaga mana gadagasiya. Ribal kabana gadaga mana. Uthama ചിലരുടെ കണ്ണുനീര് തന്നെ അവർ ഹല്ലേലൂയ കണ്ണുനീരിൽ ചിലർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ കണ്ണുനീരിലൊക്കെ കുളിക്കുന്ന കാഴ്ച ഞാൻ കാണുന്നത്. ചിലർ കണ്ണുനീരിൽ കുളിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ 150 ബെന്തക്കോസ് പള്ളിയിൽ പോയി, ഇപ്പൊ 151ാമത്തെ പള്ളി. ഇനി നീ വിടുതൽ പ്രാപിക്ക്. പലരും ബെന്തക്കോസിൽ പോയിട്ട് തിരിഞ്ഞ് വിശ്വാസം മാറിയവർ ഇതിനകത്തിരിപ്പുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതിന് കാരണങ്ങൾ അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഞാൻ അതിലേക്ക് വിവരിക്കാൻ കടന്നു പോകുന്നില്ല. യേശുവിന്റെ നാമത്തിൽ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങിയ ഒരു നാൾ. അത് ഐക്യതയുടെയോ ഒത്തൊരുമയുടെയോ അതിനകത്തിരുന്ന അപ്പോസ്തലന്മാർ ഒത്തൊരുമയോടെ ഒരുമനപ്പെട്ട് ആരാധിച്ച് അവരുടെ മേൽ ഇറങ്ങി ദൈവാത്മാവ് അവരെ ചലിപ്പിച്ചു. അവർ നിറഞ്ഞു. അവർ അനുഭവിച്ച അടയാളം പരിശുദ്ധാത്മാവില് അവർ പുതുഭാഷകളിൽ സംസാരിച്ചപ്പോൾ അത് പെന്തക്കോസ്ത് ഒരു നാളായി മാറി. അത് മാത്രമാണ് പുതിയ നിയമത്തിലെ വിശ്വാസികൾക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് തുടങ്ങപ്പെട്ടു. അങ്ങോട്ടും ആരംഭിച്ചു കൊടുത്ത 66 പുസ്തകങ്ങൾ അടങ്ങപ്പെട്ട വേദപുസ്തകം പറയുന്നത് പരിശുദ്ധാത്മാവിനെ നീ ഏറ്റെടുത്തില്ല എങ്കിൽ നീ ദൈവത്തിലുള്ളതല്ല.
ഹല്ലേലൂയ പറ, 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 ഹല്ലേലൂയ പറ. ആമേൻ, ആമേൻ. രാവിലെ ഇറങ്ങുമ്പോൾ രണ്ട് കരം കൂപ്പിപ്പിടിച്ച് നിന്റെ പിന്നാലെ ഒരു തൊഴുകരം പൊങ്ങുന്നുണ്ട് മോനെ. ഇന്നത് പൊട്ടും കേട്ടോ. രാവിലെ ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ, എൻ്റെ കുടുംബത്തിൽ അനർത്ഥം വരുന്നത് എവന്റെ കുടുംബത്തിൽ വരാത്തതെന്തെന്ന് രണ്ട് കരം കൂപ്പിപ്പിടിച്ച് തൊഴുന്ന ഒരു കെട്ടുന്ന പൽക്കാലം പൊട്ടാൻ പോകുന്നു. ആരൊക്കെ പ്രാർത്ഥിക്കാൻ വന്നവരൊക്കെ പ്രാർത്ഥിച്ചോ. നീ വളരും കേട്ടോ. ആത്മാവിൽ നിൽക്കുന്നവൻ വളരുമെന്ന് വേദപുസ്തകം പറയുന്ന ആറ്റരികത്ത് നിൽക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഇല വീഴാത്തതുമായ വൃക്ഷം അത് ഫലം കായ്ക്കുക തന്നെ ചെയ്യും. അത് 30 അല്ലേ, അത് 60 അല്ലേ, അത് 100 മേനി കായ്ക്ക്, അത് 100 മേനി വിളവ് വരും, അത് 100 മേനി ഫലമുള്ളതായിരിക്കും. അത് വാടത്തില്ല, ചൂടിന്റെ ഉഷ്ണം തട്ടുകയില്ല, കൊമ്പുകൾ വാടുകയില്ല, ശിഖരങ്ങൾ ഉണങ്ങുകയില്ല, ഫലം കൊണ്ട് നിറഞ്ഞു കിടക്കാൻ പോകുന്നു. ആരൊക്കെ പ്രാർത്ഥിക്കും ഇന്ന് പകല്? പ്രാർത്ഥിക്കാൻ വന്നവരെല്ലാം ഏറ്റെടുത്തു. ചില കോട്ടകളെ കർത്താവ് ഇടിച്ചു മാറ്റി കുടുംബങ്ങൾക്ക് സമാധാനം നൽകാൻ യേശു മതിയായവനായി വന്നിട്ടുണ്ട്. ഘടകമന റിയൽ ഖമന വൈശസിയ മനഗ ദിബന റീബൽ പ്രവിഡിയാന ഹടക മനഗ. ചില പുതുവാതിലുകൾ ചില കുടുംബങ്ങൾക്ക് തുറക്കാൻ പോകുന്നു. ഭവനമില്ലാത്തവർ കരം പൊക്കിക്കോ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഭവനം പണി നടക്കും. മെയിൻ്റനൻസ് പണികൾ, അഴിച്ചുപണികൾ, പുതിയ ഭവനം വയ്ക്കാൻ ഭൂമിയില്ലാത്തവർ കുറിച്ചിട്ടോ. നാളുകൾക്കകത്ത് പോപ്പർട്ടി നീ മുദ്രപത്രം പതിക്കാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇതിനകത്ത് ലക്ഷ്യം കരസ്ഥമാക്കി പ്രാർത്ഥിക്കുന്ന പോപ്പർട്ടിയിൽ എന്നൊരു പങ്ക് നിനക്ക് വേണ്ടി അതിർതിരിക്കുന്നുണ്ട്. എനിക്കൊരു ടൂ വീലർ വേണം. എനിക്ക് ഇടപെടാതെ ആരാധിക്കാൻ കടന്നു പോകണം. എനിക്ക് 3 വീൽ വാഹനം വേണം. എനിക്ക് 4 വീൽ വാഹനം വേണം. ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടോ? പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുന്നു. യഹോവയുടെ കരം വെളിപ്പെടാൻ പോകുന്നു. തൊഴിലുകൾക്ക് തടസ്സമായി പ്രതികൂലം നിന്നെ വേട്ടയാടുന്നുണ്ടോ? അത് ഇന്ന് പകരം നിന്റെ മുമ്പിൽ അസ്പറ്റാക്കാൻ പോകുന്നു. അത് നിന്റെ മുമ്പിൽ അടിയറ വയ്ക്കുന്നു. നിന്റെ ഗമനത്തെയും ബന്ധിച്ച ചില തേർവാഴ്ചയുടെ കെട്ടുകൾ ഇന്ന് പകരം പോട്ടി മാറാൻ പോകുന്നു. ദുഷ്ടന്റെ തല തകർന്ന് നിന്റെ മുമ്പിൽ വീഴട്ടെ. ആരും മൗനമായിരിക്കരുത്. ഞാൻ ചില മിനിറ്റുകൾ കൂടി ഹല്ലേലൂയ ആമേൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ശരണപ്പെടാൻ പോകുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കരം വയ്ക്കാതെ നിങ്ങൾ പുതിയ അഭിഷേകത്തിന്റെ ശക്തി പുത്തൻ ഭാഷാവരത്തോടെ ഹല്ലേലൂയ ആമേൻ ഇന്നലെ വരെ ലഭിക്കാത്ത പുതിയ ശക്തി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. പുതിയ ഭാഷാവരത്തോടെ, അന്യഭാഷ അടയാളത്തോടെ. കഴിഞ്ഞ ദിവസത്തിൽ ഒരു ഭവനത്തിൽ പോയപ്പോൾ പറഞ്ഞ അന്യായ ഭാഷയല്ല, നിനക്ക് അന്യഭാഷ അടയാളത്തോടെ നിന്റെ നാവിനെ തീ കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് നിന്റെ ബോഡിയുടെ മേൽ ആത്മാവിന്റെ പകർച്ച പകർന്നിട്ട് ഒരു അടയാളത്തിന്റെ വാഗ്ദത്തത്തിന്റെ വാക്ക് നിന്റെ നാവിലേക്ക് ദൈവാത്മാവ് പകരാൻ പോകുന്നു. അതാണ് പെന്തക്കോസ്തുകാരുടെ അടയാളം. ഉടമന റബനഘടകം റീവൽ ഖമന വൈഡക മന രഗനേ റീവല വൈഡം മനകം രഗനം ഘടകം. ഓ പരിശുദ്ധാത്മാവേ നന്ദി. ഭാര്യ ഭർത്താവ് മക്കളുമായി സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ എല്ലാവർക്കും കഴിയത്തില്ല. അവർ നന്നായിട്ട് യാത്ര ചെയ്യുന്നത് കാണാൻ കഴിയത്തില്ല. അവർ നല്ല വസ്ത്രം ധരിക്കുന്നത് കാണാൻ കഴിയത്തില്ല. അങ്ങനെ നിന്റെ മുമ്പിൽ ചിലത് വേട്ടയാടുന്നുണ്ട്. അത് തകർന്നേ പറ്റൂ. ഇതുവരെയും ദൈവകൃപയാൽ ഈ ആലയത്തിനകത്ത് സാത്താൻ്റെ വേലയിൽ നിന്ന്, സാത്താൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചു കുടുംബമായി ഒരു വ്യക്തിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് അതിൻ്റെ പുറകെ ഞങ്ങൾ പോകേണ്ട വന്നിട്ടില്ല. ഒരു വ്യക്തി വഴിയിൽ വീണ് കാലൊടിഞ്ഞെന്ന് കേട്ടിട്ടില്ല. ഒരു വ്യക്തി മാരക രോഗത്തിന് അഡിക്റ്റായെന്ന് കേട്ടില്ല. കാരണം തമ്പുരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, അത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടത് കൊണ്ട് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇതിനകത്ത് എത്ര സാക്ഷി പറയാനുണ്ട്, എത്ര സാക്ഷികൾ നിങ്ങൾക്ക് പറയാനുണ്ട്. ആമേൻ 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 ഹല്ലേലൂയ. ന്യായാധിപതി സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചു. അവർ തമ്മിൽ ആലോചിച്ചു, ഈ മനുഷ്യനെ എന്ത് ചെയ്യേണ്ടു. പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രശസ്തമല്ലോ. നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല
എങ്കിലും അത് ജനത്തിലധികം പടരാതിരിപ്പാൻ അത് ഏതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് ഈ ഹല്ലേലൂയ നാമം അവരെ കർശനം ചെയ്യണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ആരാധിക്കാത്ത വ്യക്തിയും ആരാധിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ആരാധനയുള്ള വ്യക്തി ആരാധന മുടങ്ങാൻ പാടില്ല. ആരാധിക്കുന്ന വ്യക്തി ആരാധിക്കാത്ത വ്യക്തിയുമായി ഇടപഴകിയാൽ ആ വ്യക്തിക്കും വലിയ പോരാട്ടം വരും. അതിനാണ് കർത്താവ് പറഞ്ഞ അശുദ്ധനും വിശുദ്ധനുമായി ചേരാൻ പാടില്ല, ഇണയില്ല പിണ കൂടാൻ പാടില്ല എന്നൊക്കെയുള്ള ഉപമകൾ കർത്താവ് പറഞ്ഞത് ഇതിനെയാണ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു നിയമമുണ്ട്, ഒരു ഉടമ്പടിയുണ്ട്. കണ്ടവൻ്റെ അതിരുകളെ നമുക്ക് വെട്ടി അതിരോട് ചേർക്കാൻ പറ്റത്തില്ല എന്നതുപോലെ നമ്മുടെ അതിര് വിട്ട് നമ്മൾ പോകാൻ പാടില്ല. നമുക്കൊരു വ്യവസ്ഥയുണ്ട്, നമുക്കൊരു വിശുദ്ധിയുണ്ട്. യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോരുത്തരുമാണ് നാം. യേശു കർത്താവിൻ്റെ വരവിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. തൻ്റെ ഭക്തന്മാരെ ചേർത്തുകൊള്ളുവാൻ വരും. മണവാളനെയും മണവാട്ടിയെ ചേർത്തുകൊള്ളും മണവാട്ടി സഭ. ഹല്ലേലൂയ. എടുക്കപ്പെടുന്നു. ഹല്ലേലൂയ. മണവാട്ടി സഭ എന്ന് പറഞ്ഞാൽ ഹോളാ ബ്രിഡ്ജ് കമ്പനി കൊണ്ട് കെട്ടിയതോ, ഹല്ലേലൂയ, കുറെ തൂണുകൾ കൊണ്ട് കെട്ടിയതോ അല്ല. മണവാട്ടി സഭ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ സഭ. ആത്മാവിൻ്റെ സഭയ്ക്കകത്ത് ആരാധിക്കുന്നവരെ എടുക്കപ്പെടും, അവരെ ചേർത്തുകൊള്ളും. ആ വരവിൻ്റെ ലക്ഷണം അടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ സകല ജാതികളോടും സുവിശേഷം പറയാൻ തുടങ്ങുന്നത്. പട്ടണം പിടിക്കുവാൻ വേണ്ടി ദൈവം നിയമിക്കപ്പെട്ടവർ, പട്ടണത്തിൽ ഇറങ്ങിച്ചെന്ന് സുവിശേഷം പറയാൻ വിളിക്കപ്പെട്ടവര്, ദൈവനാമത്തിൽ ഇറങ്ങി ചെല്ലുവാൻ വേണ്ടി നിയമിക്കപ്പെട്ടവരാ. അവരുടെ നാവൊരിക്കലും അടങ്ങിയിരിക്കത്തില്ല. അവർക്ക് ഈ ലോകത്തിലെ ധനമോഹമല്ല ചിന്ത, അവർ യേശു ക്രിസ്തുവിൻ്റെക്കുള്ള ലക്ഷ്യമാണ് അവരുടെ ചിന്ത. കാരണമെന്ന് പറഞ്ഞാൽ ഈ ലോകം നശീകരമാണെന്നും ഈ ലോകത്തിൽ ശാശ്വതമില്ലാത്ത ഒരു ജീവിതമാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ശാശ്വതമാകുന്ന ഒരു പരിഹാരം കാണാൻ യേശു കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന നിനക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. കാരണം നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം മരിച്ചവന്റെ പുസ്തകമല്ല, മരിച്ചു മൺമറഞ്ഞു പോയവന്റെ പുസ്തകമല്ല, ഉയർത്തെഴുന്നേറ്റ് വന്നവന്റെ പുസ്തകമാണ്, ആത്മാവിൽ എഴുതിയവന്റെ പുസ്തകമാണ്. ഒരു കലാകാരൻ എഴുതിയതല്ല, ഒരു സയൻസുകാരൻ എഴുതിയതല്ല, ആമേൻ ആമേൻ, ഒരു പണ്ഡിതൻ എഴുതിയതല്ല. ഹല്ലേലൂയ. സകലത്തിന്റെ അധിപതിയായവൻ എഴുതപ്പെട്ടതാണ് അവന്റെ ആത്മാവില്. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചോ, കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഈ കാലം നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, സ്തോത്രം. 4 കുടുംബവും 7 വിശ്വാസിയുമായിട്ട് ഇരിക്കാനല്ല ദൈവം വിളിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ച ചിലതിനെയൊക്കെ ദൈവം എടുത്തു കളഞ്ഞു. ഇപ്പോൾ അലതല്ലി നടക്കുകയാണ്, അലതല്ലി നടക്കുകയാണ്. കരയുമില്ല, കടലുമില്ല. ഹല്ലേലൂയ. തിമിംഗലത്തിൻ്റെ വാക്യകത്തിരുന്ന യോനയെ പോലെ നടക്കുകയാണ് ചിലത്. ഹല്ലേലൂയ. കടലും കരയും ഇല്ലാതെ ഉപവസിച്ച ഒരു മനുഷ്യനുണ്ടെങ്കിൽ യോന മാത്രമേ ഉള്ളൂ. എവിടെ കിടന്നറിയാം? തിമിംഗലത്തിൻ്റെ വാക്യകത്തിരുന്ന്. ഹല്ലേലൂയ. ഇതേപോലെ ആയി പോകുന്നത് ഉള്ളിനകത്ത് കൂറുന്ന പകയുടെ ശക്തിയാണ് കേട്ടോ. ഇനിയും ഇതിനകത്ത് പകയുള്ളത് ചിലതുണ്ട്, എനിക്കറിയാം. ഞാൻ തലയിൽ കൈവയ്ക്കുന്നില്ല. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഞാൻ നിങ്ങൾക്ക്